വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ സത്യവെളിച്ചം പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാളിതുവരെയും ഈ പ്രോഗ്രാമിനോട് നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും, പ്രത്യേകാൽ വിവിധ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഞങ്ങളെ വിളിക്കുന്നതിലും കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന മറുപടികൾ, ദൈവപ്രവർത്തനങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിലും ഞങ്ങൾ അതീവ സന്തുഷ്ടരാണ്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. തിരുവചനത്തിൽ നിന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 31-ാമത്തെ വാക്യം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വായിക്കട്ടെ. അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം തൻ്റെ അപ്പൻ്റെ വസ്തുവകയിൽ തനിക്കുള്ള വീതം വാങ്ങി ദൂരദേശത്തേക്ക് പോയി അനന്തരം എല്ലാം നഷ്ടപ്പെടുത്തി പന്നിക്ക് കൊടുക്കുന്ന വാളവര കൊണ്ടെങ്കിലും തൻ്റെ വയറ് നിറപ്പാൻ ഇച്ഛിച്ചിട്ട് അതുപോലും ലഭ്യമാകാതെ ഏറ്റവും അവസാനം തൻ്റെ സ്വന്തം പിതാവിൻ്റെ ഭവനത്തിൽ അവിടുത്തെ വേലക്കാർ തന്നേക്കാൾ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നുവല്ലോ എന്നുള്ള കാര്യം ഓർത്ത് താൻ പോയ പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് മടങ്ങി വരുന്ന, ഒരിക്കൽ മുടിയനായിരുന്ന പിന്നത്തേതിൽ പിതാവിൻ്റെ അടുക്കിലേക്ക് വന്ന് പിതാവിനാൽ സ്വീകരിക്കപ്പെട്ട പുത്രൻ്റെ ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം മുതൽ 32-ാമത്തെ വാക്യം വരെ ഈ സംഭവ ചരിത്രമാണ് കാണാൻ കഴിയുന്നത്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനോട് പറഞ്ഞ വാക്കുകളാണ്, അപ്പാ, നിന്റെ സ്വത്തിൽ എനിക്കുള്ള ഓഹരി എനിക്ക് തന്നേക്ക്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പോയി സകലതും ദൂർത്തടിച്ച് ഏറ്റവും അവസാനം അവൻ്റെ മടങ്ങി വരവിൽ സന്തോഷിക്കുന്ന ഒരപ്പനെയാണ് നമുക്ക് ആ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. ആ ഭാഗത്തിൻ്റെ പ്രധാന പ്രതിപാദ്യം അഥവാ അതിൻ്റെ കാതൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരാശി പാപം നിമിത്തം ദൈവിക തേജസ് നഷ്ടമാക്കി ദൈവത്തിൽ നിന്നും പോയ മനുഷ്യൻ അവൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ ഒരു പിതാവ് തൻ്റെ സ്വത്തൊക്കെയും ദൂർത്തടിച്ച ഇളയ മകനെ തിരികെ വരുമ്പോൾ സ്വീകരിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവ് പാപത്താൽ തെറ്റിപ്പോയ മനുഷ്യവർഗത്തെ തിരികെ സ്വീകരിക്കുന്ന, മനുഷ്യവർഗത്തെ എന്നതിനേക്കാൾ കുറച്ചുകൂടെ ശരിയായിട്ട് പറഞ്ഞാൽ ഓരോ വ്യക്തികളെയും അവർ മടങ്ങി വരുമ്പോൾ തിരികെ സ്വീകരിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹമാണ് ഈ ഭാഗത്തെ പ്രധാന വിഷയം. ഞാനിന്ന് അല്പനേരം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായൊരു കാര്യമാണ്. 31-ാമത്തെ വാക്യം മാത്രമാണ് ഞാനിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു എന്ന് പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ കാളയെ അറുത്തു, വലിയ വിരുന്ന് എല്ലാവർക്കും ഒരുക്കി. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ അവനെ തിരികെ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ജ്യേഷ്ഠൻ വയലിൽ നിന്ന് വരികയായിരുന്നു. അവൻ വരുമ്പോൾ നൃത്തവും വലിയ ഘോഷങ്ങളും എല്ലാം കേട്ട് ഈ ആർപ്പെന്താണ് എന്ന് അടുത്തു വന്ന് നോക്കുമ്പോൾ തൻ്റെ സഹോദരൻ്റെ മടങ്ങി വരവെങ്കിൽ അപ്പൻ്റെ സന്തോഷം അപ്പൻ പങ്കിടുന്നതാണ് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. അവന് പെട്ടെന്ന് വല്ലാതെ ഹൃദയത്തിൽ വേദന തോന്നി. അപ്പനോടൊപ്പം താമസിച്ച് അപ്പൻ്റെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യുന്ന, വീട്ടിൽ വളരെയധികം അധ്വാനിക്കുന്ന എനിക്ക് വേണ്ടി ഇന്നേ വരെ അപ്പൻ ഇങ്ങനെ ഒരു വിരുന്നൊരുക്കിയിട്ടില്ല. എന്നാൽ പോയ മകൻ മടങ്ങി വന്നപ്പോൾ ഇത്ര വലിയ വിരുന്നൊരുക്കി ആഘോഷിക്കുന്നുവല്ലോ, അപ്പ ഇത് നീതിയാണോ എന്ന് അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞ മറുപടിയാ നാം വായിച്ച വാക്യം. മകനെ, നീ എല്ലായ്പ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതൊക്കെയും
നിന്റേതാകുന്നു എന്ന് അപ്പൻ മറുപടി പറഞ്ഞു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു ഭാഗം മാത്രം ഞാൻ അടർത്തിയെടുക്കട്ടെ. നീ എപ്പോഴും എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. ഒരപ്പനും മകനുമായുള്ള ബന്ധത്തിൻ്റെ ആഴം, അതിൻ്റെ തീവ്രത, അതിൻ്റെ അടുപ്പം നിമിത്തം അപ്പൻ പറയുകയാ, മകനെ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. എൻ്റെ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവിന് താങ്കളോട് പറയുവാനുള്ള ആലോചനയും ഇത് തന്നെയാണ്. ദൈവവുമായി പിതാവും മകനും എന്ന ഒരു ബന്ധത്തിൽ എത്തിച്ചേരുവാൻ താങ്കൾക്ക് കഴിഞ്ഞാൽ, പിതാവ് പറയുന്ന ഒരു വാചകമുണ്ട്, മകനെ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. അപ്പൻ സ്നേഹിക്കുന്ന മകനോട് അപ്പൻ പറയുകയാ, മകനെ, നീ എല്ലായ്പ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. എപ്പോഴാണ് ആ മനുഷ്യന്റെ സ്വത്ത് മുഴുവൻ ഈ വ്യക്തിയുടേതായി തീരുന്നത്? രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ ഞാൻ അവിടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഒന്ന്, അപ്പൻ അവനെ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെയാ, മകനേ എന്നാണ്. എന്തുകൊണ്ട് അപ്പന്റെ സ്വത്തിന് മുഴുവൻ അവകാശിയായി ഇവൻ മാറ്റപ്പെട്ടത്? അവൻ മകനായതുകൊണ്ടാ അവൻ്റെ അപ്പന്റെ സ്വത്തിന്റെ മുഴുവൻ അവകാശം അവനായി തീർന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പുത്രീപുത്രന്മാരായി ഞാനും നിങ്ങളും മാറ്റപ്പെട്ടാൽ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളുടെയും അവകാശികളായി ഞാനും നിങ്ങളും ആ സെക്കൻഡിൽ മാറ്റപ്പെടുകയാണെന്നുള്ള വാസ്തവം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കരുതിക്കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ദൃഢമായി നിങ്ങളോട് വിളിച്ചു പറയട്ടെ. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം പോലെ അത്ര ആഴത്തിലുള്ള ഒരു ബന്ധം സ്വർഗസ്ഥനായ പിതാവുമായി എത്തിച്ചേരുവാൻ കഴിഞ്ഞു എങ്കിൽ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾക്കും ഭൗതിക നന്മകൾക്കും ഞാനും നിങ്ങളും അവകാശിയായി തീരുകയാ. എന്തൊരനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ! യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്. അങ്ങനെയെങ്കിൽ ഒരുവൻ യേശുക്രിസ്തുവിനെ തൻ്റെ പാപത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന രക്ഷിതാവാണ് എന്ന് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കുകയും യേശുവിൽ വിശ്വസിക്കുകയും അവൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്ന ആ സെക്കൻഡിൽ അവൻ ദൈവത്തിൻ്റെ മകനായി തീരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രിയ സ്നേഹിത, താങ്കൾ ഏതു മതവിശ്വാസിയുമാകട്ടെ, ഏതു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയുമാകട്ടെ, യേശുവിനെ കൈക്കൊള്ളുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് താങ്കളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് എന്ന് വിശ്വസിപ്പാൻ തയ്യാറാകുമെങ്കിൽ, ആ സെക്കൻഡിൽ ദൈവവുമായി പിതാവും പുത്രനും എന്നുള്ള ബന്ധത്തിൽ എത്തിച്ചേർക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം വിശുദ്ധ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി നൽകുകയാ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥിതിയാണിത്! ഈ മനുഷ്യന് മുഴുവൻ സ്വത്തിൻ്റെയും അവകാശം കിട്ടാൻ കാരണം അവൻ മകനായതുകൊണ്ടായിരുന്നു. ഇന്നുവരെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരിൽ ആരെങ്കിലും ദൈവത്തിൻ്റെ മക്കൾ എന്ന സ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് താങ്കൾ, പക്ഷേ മകൻ അല്ലെങ്കിൽ മകൾ എന്ന സ്ഥാനത്തിന് അർഹയായി തീർന്നിട്ടില്ല എങ്കിൽ